2019 ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് തൊട്ട് മുൻപാണ് മോദി ഗവൺമെന്റ് ഒരു വാഗ്ദാനം, ഒരു പ്രോമിസ് നടത്തിയത്. അതായത് 2000 രൂപ വെച്ച് 3 ഗഡുക്കളായിട്ട് 6000 രൂപ കർഷകന്റെ കയ്യിലെത്തിക്കും. ഏത് തരം കർഷകന്റെ കയ്യിലെത്തിക്കും എന്നാ പറഞ്ഞത്? നാമമാത്ര ചെറുകിട ഇടത്തരം കർഷകന്റെ, വൻകിട കർഷകന്റെ അല്ല. അപ്പൊ എന്താണ് ഈ നാമമാത്ര ചെറുകിട ഇടത്തരം കർഷകന്റെ പ്രസക്തി? ഇന്ത്യയില് 68% കർഷകരും ഈ ഗണത്തിൽപ്പെട്ടവരാണ്. നാമമാത്ര ചെറുകിട ഇടത്തരം കർഷകരുടെ ഗണത്തിൽപ്പെട്ടവരാണ് 68% കർഷകര്. 68% കർഷകർ എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഓർക്കണം, ഇന്ത്യയുടെ പോപ്പുലേഷന്റെ 48% ഇപ്പോഴും കൃഷിയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അപ്പൊ ആ 48% പോപ്പുലേഷൻ, 48% കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു നാട്ടിലാണ് അതിലെ നാമമാത്ര ചെറുകിട ഇടത്തരം കർഷകർ. 68% വരും അവര്. അവർക്ക് 2-3 ഗഡുവായിട്ട് 2000 രൂപ വീതം കൊടുക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് എങ്ങനെയാണ് BJP ഗവൺമെന്റ് അവർക്ക് പണം കൊടുത്തത്? ആദ്യ ഗഡു ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് മുൻപ് തന്നെ കൊടുത്തു. രണ്ടാമത്തെയും മൂന്നാമത്തെയും ഗഡു രണ്ടാം ഭരണം വന്നതിന് ശേഷമാണ് കൊടുക്കുന്നത്. അപ്പൊ ആദ്യത്തെ ഗഡു കൊടുക്കാൻ അന്ന് ഖജനാവിൽ പണം കുറവായിരുന്നു. എന്തു ചെയ്തു? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിസർവ് ഫണ്ടിൽ നിന്ന് 1,70,00,000-ലധികം രൂപ ട്രാൻസ്ഫർ ചെയ്യുന്നു. റിസർവ് ബാങ്കിന്റെ റിസർവ് ഫണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത ആ ഫണ്ട് ഉപയോഗിച്ചാണ് ഈ 2000 രൂപ വീതം ഇന്ത്യയിലെ കർഷകർക്ക് കൊടുത്ത് വോട്ട് വാങ്ങി രണ്ടാം തവണയും മോദി ഗവൺമെന്റ് ഭരണത്തിൽ വന്നത്. അപ്പോ ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു ഗവൺമെന്റിന് ഭൂഷണമാണ്. അത് തന്നെയുമല്ല, നമ്മൾ ഓർക്കണം, ഇങ്ങനെയുള്ള സഹായ വാഗ്ദാനങ്ങൾ ചെയ്ത് അധികാരത്തിൽ വരുന്നതിനെയും വോട്ട് മേടിക്കുന്നതിനെയും 1.5 മാസം മുൻപാണ് സുപ്രീം കോടതി തന്നെ ഫ്രീ ബീസ് കൊടുത്ത് വോട്ട് വാങ്ങിക്കുന്നത്. വലിയ തെറ്റാണ്, അത് ഡെമോക്രസിയുടെ അടിവേരറക്കുന്ന തെറ്റാണ് എന്ന് തന്നെ റൂളിംഗ് നടത്തിയത് ഏകദേശം 1.5 മാസം മുൻപാണ്. അത് നമ്മുടെ മുൻപിലുണ്ട്, മാധ്യമങ്ങളുടെ ഒക്കെ മുൻപിലുണ്ട് ആ റിപ്പോർട്ട്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാൻ ഒരു മടിയുമില്ലാത്ത BJP ഗവൺമെന്റിന്റെ എങ്ങനെയാണ് നമ്മൾ ഈ 11 വർഷത്തെ വലിയ ഒരു അസസ്മെന്റ് നടത്തി BJP അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു, ഓരോ ചാനലുകളിലൊക്കെ ചർച്ച കേൾക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോവും. ഇവരെന്തറിഞ്ഞിട്ടാണ്, എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെ ഉയർത്തി പറയുന്നത് എന്ന് വിചാരിച്ചു പോകും. ഉള്ളതുപോലെ പറയാനായിട്ട് മാധ്യമങ്ങൾക്കാണെങ്കിലും ആ ഡെമോക്രസിയിലെ സിറ്റിസൺസിന്, അതായത് ഓരോ വോട്ടർക്കും അവകാശമുണ്ട്. ഓരോ വോട്ടർക്കും ആ അവകാശം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണം. വോട്ട് ചെയ്ത ഒരു പാർട്ടിയെ ഭരണത്തിൽ കൊണ്ടുവരുന്ന അതേ ഊർജ്ജസ്വലതയോട് തന്നെ കൂടെ വോട്ട് ചെയ്യാതെ അവരെ താഴെ ഇറക്കാനും വോട്ടർക്ക് അവകാശമുണ്ട്, അധികാരമുണ്ട്. അപ്പോഴാണ് ഡെമോക്രസി അർത്ഥവത്തായി തീരുന്നത്. BJP ഗവൺമെന്റ് 2014 ഭരണത്തിൽ വരുന്ന സമയത്ത് ഇന്ത്യയുടെ പോപ്പുലേഷന്റെ 45% കാർഷിക മേഖലയെ ആശ്രയിച്ചിരുന്നത്. ഓർമ്മിക്കണം, 1947 ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ച് ഭരണത്തിൽ ഇങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ 70% ജനങ്ങള് കൃഷിയെ ആശ്രയിച്ചിരുന്നു. അത് കാർഷിക മേഖലയുടെ വളർച്ച, അതുപോലെ വ്യാവസായികമായ മേഖല, മറ്റ് വ്യാപാര സേവന മേഖലയുടെ ഒക്കെ വളർച്ച കാരണം കൊണ്ട് കുറഞ്ഞ് 45% കുറഞ്ഞു. 2010 ആവുമ്പോഴേക്ക് 45% കുറഞ്ഞു. അങ്ങനെ 2014 45% ജനങ്ങളാണ് കൃഷിയെ ആശ്രയിച്ച് ജീവിച്ചിരുന്നത് എങ്കിൽ BJP ഭരണകാലത്ത് 2020 ആകുമ്പോഴേക്ക് അത് 48% പിന്നെയും വർദ്ധിച്ചു. അങ്ങനെ വർദ്ധിച്ചു. എന്തുകൊണ്ടാണ് അങ്ങനെ വർദ്ധിച്ചത്? കൃഷിയല്ലാതെ മറ്റൊരു മാർഗവുമില്ല, ജീവിതമാർഗം. അതായത് തൊഴിലുകൾ, 1 കോടി തൊഴിൽ വെച്ച് ഓരോ വർഷവും സൃഷ്ടിക്കപ്പെടുമെന്നൊക്കെ പറഞ്ഞിരുന്നുവെങ്കിലും തൊഴിലുകൾ അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടില്ല. അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാർ കൃഷിയിലേക്ക് വീണ്ടും പോകേണ്ടി വന്നത്. അപ്പൊ എന്താണ് അതിന് വേറെ തെളിവ് എന്താ വേണ്ടത്? കൃഷിയുടെ അവസ്ഥ എന്തായിരുന്നു? എന്നിട്ടും നമുക്കറിയാം, 1 വർഷത്തിലേറെ നീണ്ടു നിന്ന കർഷക സമരത്തിന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, അത് കൂടുതൽ സമയം എടുക്കും എന്നുള്ളത് കൊണ്ട്. പക്ഷെ ഇപ്പോഴും നമുക്കറിയാം, ഇന്ത്യയുടെ വിവിധ അതായത് ഈ BJP ഗവൺമെന്റ് വന്നപ്പോൾ കർഷക വിരുദ്ധമായി ചെയ്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, സബ്സിഡികൾ ഘട്ടം ഘട്ടമായി
ഇല്ലായ്മ ചെയ്യുമെന്ന് ആദ്യ ബജറ്റിൽ തന്നെ പറഞ്ഞ ഒരു പ്രഖ്യാപനമാണ്. സബ്സിഡി കാർഷിക മേഖലയ്ക്കാണ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത്. അപ്പൊ സബ്സിഡികൾ ഘട്ടം ഘട്ടമായി ഇല്ലാതെയാക്കും എന്ന് പറഞ്ഞു. പക്ഷെ അതിന്റെ കൂടെ ഗവൺമെന്റ് പറഞ്ഞിരുന്ന സന്തോഷകരമായ ഒരു കാര്യം, സബ്സിഡി വെട്ടി കുറയ്ക്കുമെങ്കിൽ പോലും, ഇല്ലാതെയാക്കുമെങ്കിൽ പോലും ഇറിഗേഷൻ, ഫെർട്ടിലൈസർ, അതുപോലെ തന്നെ ഗോഡൌൺ സൗകര്യം, ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ സബ്സിഡി എന്ന പേരിൽ അല്ലാതെ ഗവൺമെന്റ് നൽകും എന്ന്, കർഷകർക്ക് നൽകുമെന്ന്. പക്ഷേ അത്തരം സൗകര്യങ്ങൾ കാര്യമായിട്ടൊന്നും വികസിച്ചിട്ടില്ല. കുറച്ചൊക്കെ അവിടെ ഇവിടെ നടക്കുന്നുണ്ട്, ഒന്നും നടക്കുന്നില്ല എന്ന അഭിപ്രായം എനിക്കില്ല. കാർഷിക മേഖലയെ പാടെ അവഗണിച്ചു എന്ന അഭിപ്രായവും എനിക്കില്ല. പക്ഷേ ഈ 45%, അതായത് കാർഷിക മേഖലയെ ആശ്രയിക്കുന്ന തൊഴിൽ സേനയുടെ നമ്പർ 45%, ഇന്ത്യയുടെ പോപ്പുലേഷൻ 45%, 48% വർദ്ധിച്ചു എന്നത് ഇപ്പൊ വന്ന സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അത് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്, അതല്ലാതെ ഞാൻ ഉണ്ടാക്കിയ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ല. അതിൽ നിന്ന് നമ്മൾ എടുക്കേണ്ട എന്താണ്? അതായത് കാർഷിക മേഖലയ്ക്ക് വേണ്ട പരിഗണന കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണല്ലോ ഒരു വർഷത്തിലേറെ നീണ്ട സമരം നടത്തിയ കർഷകർ വീണ്ടും ഈ കഴിഞ്ഞ 2019 ഇലക്ഷൻ, 2024 ഇലക്ഷൻ മുൻപും അവര് എന്താണ് പറയാ, സമരമുഖവുമായി, സമര ആഹ്വാനവുമായി മുമ്പോട്ട് വന്നു, സമരം നടത്തി. പക്ഷെ അവരെ ഓരോന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് അവരുടെ മാളങ്ങളിലേക്ക് തിരിച്ചുവിട്ടു എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പൊ കാർഷിക മേഖല ഇപ്പോഴും പ്രതിസന്ധിയെ തരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് പ്രതീക്ഷിച്ച പരിഹാരം, അതായത് ഈ ഗവൺമെന്റ്, മോദി ഗവൺമെന്റ് പ്രഖ്യാപിച്ച തരത്തിലുള്ള പ്രതികരണങ്ങൾ അല്ലെങ്കിൽ സഹായം അവർക്ക് നൽകിയിട്ടില്ല. അതിനനുസരിച്ച് കാർഷിക മേഖലയിൽ അഭിവൃദ്ധി ഉണ്ടായിട്ടില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ഇപ്പോഴും പറയുന്നു, 299 ദശലക്ഷം ടൺ ഭക്ഷ്യോൽപാദനം നടത്തിയിരുന്ന 2014 താരതമ്യം ചെയ്യുമ്പോൾ അത് 335 ദശലക്ഷം ടണ്ണായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. നാച്ചുറൽ ആയിട്ടുള്ള വളർച്ചയാണ്. അതായത് നല്ല കാലാവസ്ഥയാണ്, മഴയൊക്കെ നല്ലതാണ് എന്നുണ്ടെങ്കിൽ അത് തന്നെയുമല്ല, ഓൾ ഇന്ത്യ തലത്തിൽ 40%-ലധികം ജലസേചനമുണ്ട്. അതൊക്കെ കാരണം കൊണ്ട് 299 ദശലക്ഷം ടണ്ണായിരുന്നു 2014 ഭക്ഷ്യ ഉൽപാദനമെങ്കിൽ അത് 335 ദശലക്ഷം ടണ്ണായിട്ട് 2024 വർദ്ധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഞാൻ ഒരു കാരണവശാലും മോദി ഗവൺമെന്റിനെ ആക്ഷേപിക്കുകയല്ല. പക്ഷെ കൊടുക്കേണ്ടത്ര ഊന്നൽ കൊടുത്തിട്ടില്ല. കാരണം നമ്മുടെ കാർഷിക മേഖലയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിനെ മൂല്യവർദ്ധനവിന് വിധേയമാക്കിയാൽ, സ്റ്റാർട്ടപ്പുകളുടെ ഒരു ശൃംഖല തന്നെ വന്നാൽ ഇവിടെ തന്നെ തൊഴിൽ സൃഷ്ടിക്കപ്പെടും. അതിനുള്ള സ്കിൽ ക്രിയേറ്റ് ചെയ്യണം. അതൊക്കെ ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നിട്ടും അത് അറിയണമെങ്കിൽ നമ്മൾ ബജറ്റിലെ എത്രയാണ് കൃഷിക്ക് മാറ്റിവെച്ചിരിക്കുന്നത്, എത്രയാണ് ഓരോ ഇതിന് മാറ്റിവെച്ചിരിക്കുന്നത് എന്ന് നോക്കണം. അപ്പോഴാണ് നമുക്കത് മനസ്സിലാക്കുക. കൃഷിക്കും അനുബന്ധ മേഖലകൾക്കുമായിട്ട് ഈ കഴിഞ്ഞ ബജറ്റില് മാറ്റിവെച്ചിരിക്കുന്നത് 1,71,437 കോടി രൂപയാണ്. 1,71,437 കോടി രൂപയാണ്. ആ ബജറ്റ് അറ്റ് എ ഗ്ലാൻസ് ആണ് എന്റെ കയ്യിൽ ഇരിക്കുന്നത്, ആണ് മാറ്റിവെച്ചിരിക്കുന്നത്. അത് നമ്മുടെ GDP-യുടെ 0.7% വരുന്നുള്ളൂ. GDP-യുടെ 0.7%. ഓർമ്മിക്കുക, 48% ജനങ്ങൾ ഉപജീവനം നടത്തുന്നു, അത് തൊഴിൽ തേടുന്നു. 146 കോടി മനുഷ്യരെ തീറ്റിപ്പോറ്റുന്നു. അതോടൊപ്പം തന്നെ എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു മേഖല, അതുപോലെ തന്നെ വ്യവസായത്തിന് ആവശ്യമായ റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്നു. ഇതൊക്കെ ചെയ്യുന്ന മേഖലയ്ക്ക് വേണ്ടി 0.7% ഓഫ് GDP ആണ് മാറ്റിവെച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇത് വളരെ മോശമായ ട്രീറ്റ്മെന്റ് ആണ് കാർഷിക മേഖലയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വെറുതെ അല്ല കാർഷിക മേഖല ഇതുപോലെ താഴേക്ക് പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. അപ്പൊ അങ്ങനെ കാർഷിക മേഖലയെ തഴഞ്ഞിരിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് ഇതിന്റെ, അതായത് BJP ഗവൺമെന്റിന്റെ ഒരു നെഗറ്റീവ് പോയിന്റ് ആയിട്ട് തന്നെ പറയണം. കാരണം ധാരാളം വാഗ്ദാനങ്ങൾ കൊടുക്കുക, പക്ഷെ അതിന്റെ അടുത്തുപോലും പ്രവർത്തനം എത്താതിരിക്കുക, അതിനേക്കാൾ വലിയ വഞ്ചനാത്മകമായ നടപടി ഏതാണ് ഡെമോക്രസിയിൽ ഉണ്ടാകേണ്ടത്?